ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ ഉപയോഗിക്കാവുന്ന ഏറ്റവും ശക്തമായ ഒരു ആയുധമാണ് വിദ്യാഭ്യാസം. അതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നെൽസൺ മണ്ടേലയുടെ ഈ വാക്കുകൾ. എഡ്യൂക്കേഷൻ ഇസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു കെൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ്. അല്ലെ, അത് ശരിയാണെന്ന് തോന്നുന്നില്ലേ? അത് ശരി തന്നെയാണ് അല്ലെ. ഇപ്പൊ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ലോകത്തിനെ തന്നെ മാറ്റിമറിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ സവിശേഷതയായി നമുക്ക് പറയാൻ കഴിയുക. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ലെസണിൽ ICDS 10th ലെവലിൻ്റെ മോഡ്യൂൾ 3 അതിൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അതാണ് നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് നമ്മളിവിടെ ഈ നോക്കുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് ഈ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അല്ലെങ്കിൽ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ മൊത്തം 40 മാർക്കിന്റെ ചോദ്യങ്ങൾ, 40 ചോദ്യങ്ങളാണ് അതിൽ നിന്ന് വരിക. അതിൽ ആദ്യത്തെ ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അത് വിദ്യാഭ്യാസം, അതേപോലെ വിദ്യാഭ്യാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ആൻഡ് രണ്ടാമത്തത് പൊതുവിദ്യാഭ്യാസം, അതിൻ്റെ കാഴ്ചപ്പാടുകൾ, ഇനി പുരാതനവും ആധുനികവുമായ കാഴ്ചപ്പാടിൽ ഒരു താരതമ്യ പഠനം നമ്മൾ നടത്തണം എന്നുള്ളതാണ് ശരിക്കും ഇതിനകത്ത് പറയുന്നത്. അവിടെ അപ്പോൾ നമ്മൾക്ക് എന്താ പറയേണ്ടത്, നമ്മുടെ ആ ഒരു ഡിസ്കഷൻ നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ചില കാര്യങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് ആ ഒരു ലെസണിലേക്ക് നമുക്ക് കടക്കാം. അല്ലെങ്കിൽ ഈ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ അല്ലെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം, അതിനെ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനും എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആ ഒരു ഫോർമൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴാണ് ആ ഫോർമൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ഇപ്പൊ പ്രീ പ്രൈമറി ഇതുവരെ ഫോർമൽ എഡ്യൂക്കേഷൻ അല്ല. ഫോർമൽ എഡ്യൂക്കേഷൻ ഒരു പക്ഷേ അവർ LKG എത്തുമ്പോഴാണ്, അതിനു മുന്നെയാണ് ഈ പ്രീ പ്രൈമറി വരുന്നത്. അപ്പൊ പ്രീ പ്രൈമറി ഫോർമൽ എഡ്യൂക്കേഷന്റെ ഒരു ഫൗണ്ടേഷൻ എന്ന നിലയിലാണ് നമുക്ക് കാണേണ്ടത്. ഫോർമൽ 1 മുതൽ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു സമയം അല്ലെങ്കിൽ ഈ പ്രീ പ്രൈമറി എഡ്യൂക്കേഷനിൽ ഏറ്റവും അധികം ഫോക്കസ് ചെയ്യുന്നത് 3 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം 6ാമത്തെ വയസ്സാകുമ്പോഴത്തേക്ക് 1ാം ക്ലാസ്സിലേക്ക് പോയി എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ ഒരു കാലയളവിൽ അല്ലെങ്കിൽ കുട്ടികളുടെ ഈ ഒരു വളർച്ചാ പീരിയഡിൽ അവരുടെ ഫിസിക്കൽ, അവരുടെ ഇമോഷണൽ, അവരുടെ സോഷ്യൽ, അവരുടെ മാനസികമായ, അവരുടെ ബുദ്ധിയുടെ ഒക്കെ ഡെവലപ്മെന്റിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു 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 പഠന രീതിയാണ് ഈ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാകുമ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാലും ശരിക്കും ഈ ഒരു കോൺസെപ്റ്റ് എവിടെ നിന്ന് വന്നു എന്നുള്ളതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. ഈ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ എന്നുള്ളതിൻ്റെ ആ ഒരു ഐഡിയ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ഇറ്റ്സ് റൂട്ട്സ്. അതിൻ്റെ ആ ഒരു ഐഡിയ വരുന്നത് ആ ഒരു ഗ്ലോബൽ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞ ഒരു നീക്കം ഉണ്ടായിരുന്നു. ആൻഡ് അതിനകത്ത് അതിന് നേതൃത്വം നൽകിയിരുന്ന പയനിയർ ആയിട്ടുള്ള ഒരു വ്യക്തി, ആ പേര് കേട്ടാൽ നിങ്ങൾ തിരിച്ചറിയും, മറിയ മോണ്ടെസറി. അവരുടെയാണ് ആ ഒരു മോണ്ടെസറി സ്കൂൾ എന്ന് നമ്മൾ പറയുന്നത്. അത് മറിയ മോണ്ടെസറിയുടേതാണ്. ഓക്കെ, അപ്പം മോണ്ടെസറിയുടെ ആ ഒരു ടീച്ചിങ് മെത്തഡോളജി, അവർ ശരിക്കും ആ പഠിപ്പിക്കാനായിട്ട് അവർ ഉപയോഗിച്ച ആ മാർഗങ്ങൾ, അതിൽ പ്രധാനമായിട്ട് അവർ പറഞ്ഞിരുന്നത് എന്താണ്, ലേണിംഗ് ത്രൂ എക്സ്പ്ലോറേഷൻ ആൻഡ് പ്ലേ എന്നുള്ളതാണ്. അപ്പൊ കുട്ടികൾ സ്വയം എക്സ്പ്ലോർ ചെയ്ത് അവർ സ്വയം മനസ്സിലാക്കി അവർ കളിച്ച് പഠിക്കട്ടെ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ മറിയ മോണ്ടെസറി മുന്നോട്ട് വെച്ചത്. ഇത് എന്താ പറയേണ്ടത്, 20ാം നൂറ്റാണ്ടിന്റെ ആ ഒരു ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ തുടങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് അവരുടെ ഈ കോൺസെപ്റ്റ് തന്നെയാണ് ലോകത്തെമ്പാടും, ഈവൻ ഇന്ത്യയിൽ പോലും ഈ ഒരു പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന ആ ഒരു കോൺസെപ്റ്റ് ഇത്രയും അധികം സ്ട്രോങ് ആയിട്ട് വന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇന്ത്യയുടെ കാര്യം നമുക്ക് പ്രത്യേകിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൾച്ചറൽ ഹെറിറ്റേജ് ഉള്ള ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. അപ്പൊ നമ്മുടെ ആ കൾച്ചറൊക്കെ സ്ട്രോങ് ആയിട്ട് അവിടെ നിലനിൽക്കുമ്പോഴും നമ്മൾ ഈ ഫോറിൻ കോൺസെപ്റ്റുകൾ നമ്മുടെ കൾച്ചറിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് ഇഴുകി ചേർത്തെടുത്തു. മറിയ മോണ്ടെസറി ഒത്തിരിയധികം നാള് അവർ ഇന്ത്യയിലും പ്രവർത്തിച്ചിരുന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവർ ഇന്ത്യയിലും സ്കൂൾസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ശരിക്കും അതിൻ്റെ ആ ഒരു ഒഫീഷ്യൽ റെക്കഗ്നിഷൻ അതിന് കിട്ടിത്തുടങ്ങിയത് 1986
നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലാണ് അതിന് ഒരു പ്രാധാന്യം കിട്ടി തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു പോളിസിയിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ആ ഒരു എഡ്യൂക്കേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ കൊണ്ടുവരണമെന്നാണ്. ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷണൽ ജേർണിയിലെ ആദ്യ പടിയാണ് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ എന്നുള്ളത്. ഇനി റീസെന്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ പോളിസി നമ്മുടെ NEP 2020 അത് ഈ പ്രീ പ്രൈമറി എഡ്യൂക്കേഷന്റെ പ്രാധാന്യത്തെ കുറെ കൂടെ അത് ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ ആ ഒരു ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ECCE എന്ന് പറയും. അപ്പൊ ECCE എന്ന് പറയുന്നത് ആ ഒരു ലൈഫ് ലോങ് ആജീവനാന്ത പഠനത്തിന്റെ ഒരു ഫൗണ്ടേഷൻ, ഒരു മൂലക്കല്ലായി അത് വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും എന്തുകൊണ്ടാണ് പ്രീ പ്രൈമറി എഡ്യൂക്കേഷന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത് എന്നും കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോ ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി ജനിക്കുമ്പം ഒരു ബ്ലാങ്ക് സ്ലേറ്റ് ആണ് അല്ലെ. അതൊന്നും ഒരു അറിവും കൊണ്ടല്ല ആ ഒരു കുട്ടി ജനിച്ചു വരുന്നത്. അതിന് ചില റിഫ്ലെക്സുകൾ ഒഴിച്ചാൽ മറ്റൊരു അറിവും അവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ കുട്ടിയുടെ ആ ഒരു അന്തരീക്ഷം, കുട്ടി വീട്ടിൽ വളരുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിനെയും കുട്ടിയുടെ സ്കൂളുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു ബ്രിഡ്ജായിട്ട് നമുക്ക് കണക്കാക്കാം ഈ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ. അപ്പൊ ചെറിയ കുട്ടികൾ ആ ഒരു പ്രായത്തിലുള്ള 3 മുതൽ 6 വയസ്സ് വരെ, 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ കുട്ടിയെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അവിടെ എണ്ണാൻ പഠിപ്പിക്കുന്നു, കുട്ടികളെ നമ്പേഴ്സ് പഠിപ്പിക്കുന്നു അല്ലെ, കുട്ടികളെ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നു, കുട്ടികളെ കളർ പഠിപ്പിക്കുന്നു, കുട്ടികളെ ഷേപ്പ് പഠിപ്പിക്കുന്നു. എന്താണ് ഷേപ്പ്, എന്താണ് റൗണ്ട് എന്നുള്ളത്, എന്താണ് ചതുരം എന്നുള്ളത്, അങ്ങനെയുള്ള ഷേപ്പുകൾ അവിടെ പഠിക്കുന്നു. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ടത് ദേ ഓൾസോ ഡെവലപ്പ്, അവർക്ക് ആ ഒരു ജീവിതത്തിൽ ആവശ്യമായ ചില സ്കിൽസ് ഉണ്ടല്ലോ, ഷെയർ ചെയ്യണമെന്നുള്ളത്, ഷെയറിങ്, ടീം വർക്ക് എന്നുള്ള ആ ഒരു സ്കില്ല്. അതേപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രോബ്ലം സോൾവിങ്. വലിയ വലിയ പ്രശ്നങ്ങളൊന്നും അവർ പരിഹരിക്കേണ്ട, ചെറിയ ചെറിയ പ്രോബ്ലംസ് അവർക്ക് സോൾവ് ചെയ്ത് അതിലേക്ക് ഒരു ടേസ്റ്റ് അവർക്ക് ലഭിക്കാം, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിക്കും. അത് ആദ്യത്തെ സംഗതി. ഇനി രണ്ടാമത് എന്താ പറയേണ്ടത്, പല പഠനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ ആദ്യത്തെ 6 വർഷം എന്ന് പറയുന്നത് കുട്ടിയുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കുഞ്ഞിന്റെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പോ ഈ സമയത്ത് ഉണ്ടാക്കിയെടുക്കുന്ന സ്കിൽസ്, ഈ സമയത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ ഹാബിറ്റ് ഉണ്ടല്ലോ, ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ഹാബിറ്റ്, അപ്പൊ എങ്ങനെ പഠിക്കണം, അല്ലെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്ന അങ്ങനെയുള്ള ചില ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ സ്വഭാവങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്, അത് അവരുടെ ഭാവിയിലുള്ള പഠനത്തിനെ ഒത്തിരി അധികം സ്വാധീനിക്കും. ഈ കാലഘട്ടത്തിൽ അവർക്ക് കിട്ടുന്ന ആ ഒരു കെയർ ആൻഡ് കൺസേൺ എന്നുള്ള. ആൻഡ് ഫൈനലി വീണ്ടും നമുക്ക് ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റിയെ ടച്ച് ചെയ്യാതെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കില്ല അല്ലേ. പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. എഗെയിൻ ഇന്ത്യയുടെ ആ ഒരു ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് സോഷ്യലായിട്ടും എക്കണോമിക് ആയിട്ടും പല വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുട്ടികളാണ് അവിടെ വരുന്നത് അല്ലെ. അപ്പൊ ഈ വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ട്, എല്ലാവരുടെയും ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കിയാൽ ഒരേ ലെവൽ ആയിരിക്കില്ല എന്നുള്ളതാണ്. അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാകും. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിനും ഈ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് സഹായകരമാകുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു പാഠത്തിലേക്ക് കൂടുതൽ നമ്മൾ കടന്നു പോകവേ ഒരു കാര്യം പ്രത്യേകം മനസ്സിൽ വെക്കുക. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതാണ് ശരിക്കും ആ ഒരു കുട്ടിയുടെ ആ ഒരു പൊട്ടൻഷ്യൽ, ആ ഒരു കുട്ടിയുടെ കഴിവുകളെ നമുക്ക് വികസിപ്പിച്ചെടുക്കുന്നതിന് അല്ലെങ്കിൽ അതിനെ പുറത്തു കൊണ്ടുവരുന്നതിനുള്ള താക്കോൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ആണ് അവരുടെ ആ ഒരു ലേണിംഗ് ജേർണി തുടങ്ങുന്നത്. അവിടെയാണ് നമ്മൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെയാണ് അത് മുമ്പോട്ട് ഓടിപ്പോകുന്നത്. അപ്പൊ കാർ ആദ്യം സ്റ്റാർട്ട് ചെയ്യണമല്ലോ. ഈ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ കാറിന്റെ സ്റ്റാർട്ടിങ് എന്ന് നമ്മൾ കണക്കാക്കിയാൽ മതി. കുട്ടിയുടെ ആ ഒരു എന്താ പറയേണ്ടത്, ആ ഒരു എഡ്യൂക്കേഷൻ എന്ന ലോകത്തിലേക്ക് നമ്മൾ ആ ഒരു കുഞ്ഞിനെ ഇറക്കി വിടുകയാണ് ഈ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോ നമുക്ക് ഇനി ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്ത് പോകാം. പ്രീ പ്രൈമറി വിദ്യാഭ്യാസം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിനെ ഇങ്ങനെ വിളിക്കുന്നത് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് മുമ്പ്, അവർ പ്രൈമറി എഡ്യൂക്കേഷൻ ആണ് പ്രാഥമിക വിദ്യാഭ്യാസം. അതിനു മുമ്പ് 3 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് നൽകുന്ന പ്രാരംഭ വിദ്യാഭ്യാസം, ഇനിഷ്യൽ എഡ്യൂക്കേഷൻ ആണ് ഈ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ,
ഇവിടെ നോക്കിയ കുട്ടികളുടെ ശാരീരിക, മാനസിക, സാമൂഹിക, ബൗദ്ധിക വളർച്ചയ്ക്ക് അടിസ്ഥാനമായ ഒരു ആസൂത്രിതവും വളരെയധികം പ്ലാൻ ചെയ്തിട്ടുള്ള, അതേപോലെ കളിയിലൂടെയും പഠനത്തിലൂടെയും നടത്തുന്ന സമീപനമാണ് ഇത്. അപ്പൊ എന്താ ശരിക്കും ഇതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ആ ഒരു കരിക്കുലം അല്ലെങ്കിൽ ആ ഒരു ലെസൺ തന്നെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിനകത്ത് നോക്കുന്ന എന്താ, കുട്ടികൾക്ക് സന്തോഷത്തോടെ കളിച്ച് അവർക്ക് പഠിക്കാനായിട്ട് സാധിക്കുക. എന്നാൽ അവിടെ അവരുടെ ശാരീരിക വളർച്ച, അവരുടെ മാനസിക വളർച്ച, അവരുടെ സാമൂഹിക വളർച്ച, ആ ഒരു സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത്, ആൻഡ് അവരുടെ ആ ഒരു ബൗദ്ധിക വളർച്ച, അവരുടെ ആ ഒരു നോളജ്, ബ്രെയിനിന്റെ ഡെവലപ്മെന്റ്, ഇത് സംഭവിക്കുന്നതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വമായി സൃഷ്ടിച്ചെടുക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഈ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ. എന്നാൽ കുട്ടികൾ അതെങ്ങനെയാണ് കാണുന്നത്? കുട്ടികൾ അവിടെ പഠിക്കുകയും ചെയ്യുന്നു, കളിക്കുകയും ചെയ്യുന്നു. അപ്പൊ കളിയിലൂടെ അവർ പഠിച്ച് മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇനി എന്താണ് ഈ ഒരു പ്രീ പ്രൈമറി എഡ്യൂക്കേഷന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ ഒരു സവിശേഷത എന്ന് പറയുന്നത് പ്രായപരിധിയാണ്. സാധാരണ ഈ ഒരു ഏജ് നമുക്ക് നോക്കാനാണെങ്കിൽ 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത് ഒരു സവിശേഷത എന്ന് പറയുന്നത് കളിയിലൂടെയാണ് അവരുടെ പഠനം നടക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് കളികളുണ്ട്, പാട്ടുകളുണ്ട്, ഒത്തിരിയധികം ഗെയിംസ് ഇതിനകത്തുണ്ട്, ഒത്തിരിയധികം ക്രിയേറ്റീവ് ആയിട്ടുള്ള സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ, അതിലൂടെയൊക്കെയാണ് എന്താ പറയേണ്ടത്, ഈ ഒരു പഠനത്തെ ശരിക്കും സ്വാധീനിച്ചു കൊണ്ടുവരിക. ഇനി നൈപുണ്യ വികസനം, അതായത് സ്കിൽ ഡെവലപ്മെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ സാമൂഹിക കഴിവുകൾ അതിനകത്ത് അതൊന്നാണല്ലേ. അപ്പോൾ എന്താ പറയേണ്ടത്, അവരുടെ സമപ്രായക്കാർ, അവരുടെ സ്വന്തം പ്രായക്കാരുമായിട്ട് അവർക്ക് സംസാരിക്കാൻ, ആശയവിനിമയം നടത്തുന്നു. അപ്പോൾ ആ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സാമൂഹിക മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് അവർക്ക് ഇതുകൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമതൊന്ന് അവരുടെ മോട്ടോർ ആക്ടിവിറ്റീസ്, മോട്ടോർ കഴിവുകൾ, കൈകാലുകൾ ഉപയോഗിക്കുക കൃത്യമായിട്ട്, കൈയുടെയും കണ്ണിന്റെയും കാലിന്റെയും ഒക്കെ കോർഡിനേഷൻ കൃത്യമായിട്ട് കൊണ്ടുവരിക. അപ്പൊ അതിനുവേണ്ടി എന്തൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കും? പ്രീ പ്രൈമറി സ്കൂളിൽ കുട്ടികളെ കൊണ്ട് പടം വരപ്പിക്കും, ഡ്രോയിങ് അവിടെ ഉണ്ടല്ലേ. ബിൽഡിംഗ് ബ്ലോക്സ് ഉപയോഗിച്ച് അവർ ഒത്തിരി അധികം കാര്യങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പൊ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുമ്പോൾ എഗെയിൻ അവരുടെ ക്രിയേറ്റിവിറ്റി ആൻഡ് ആക്യുറസി, ലോജിക്കൽ തിങ്കിങ് ഒക്കെ നമുക്ക് അവിടെ കൂട്ടിക്കൊണ്ടുവരാം എന്നുള്ളതാണ് ആ മോട്ടോർ കഴിവുകളുടെ ഭാഗമായിട്ട്. അതേപോലെ ഫിസിക്കൽ ആയിട്ടുള്ള ഗെയിംസ് അവിടെയുണ്ട് അല്ലെ. അങ്ങനെയൊക്കെയാണ് അവരുടെ മോട്ടോർ കഴിവുകൾ വികസിപ്പിച്ചു കൊണ്ടുവരുന്നത്. അതേപോലെ വൈജ്ഞാനിക കഴിവുകളുടെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ഒന്ന് നോക്കിയേ, അക്കങ്ങൾ അല്ലെ, നിറങ്ങൾ എങ്ങനെയാണ്, ആകൃതികൾ, സൈസും ഷേപ്സും ഒക്കെ അല്ലെ, അക്ഷരങ്ങൾ, ഇതൊക്കെ അവിടെ അവരെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങുന്നു, അല്ലെങ്കിൽ അവർ പഠിച്ചു തുടങ്ങുന്ന ഒരു കാലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ തുടർന്നുള്ള പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ഇവിടെ ബിൽഡ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അടുത്തത് വൈകാരിക വികസനം. അപ്പൊ വൈകാരിക വികസനം എന്ന് പറയുമ്പോഴത്തേക്ക് വികാരങ്ങളെ നിയന്ത്രിക്കാനും, പുതിയ ചുറ്റുപാടുകൾ, പുതിയ അന്തരീക്ഷത്തിൽ പോകുമ്പോൾ പുതിയ ചുറ്റുപാടുകളിൽ അവർക്ക് ഒരു എന്താ പറയണ്ട, വളരെയധികം കോൺഫിഡൻസോടു കൂടി, ഒരു ആത്മവിശ്വാസത്തോടു കൂടി അവർക്ക് ഇഴുകിച്ചേരാനും എന്താ പറയേണ്ടത്, അതുമായിട്ട് മുന്നോട്ട് പോകാനും അവരെ സഹായിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊന്ന് ഭാഷയുടെ വൈദഗ്ധ്യം, ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അവരെ കൊണ്ട് കഥ പറയിപ്പിക്കും, ഓക്കെ, പ്രാസങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിക്കും, സംഭാഷണങ്ങൾ അവരെ കൊണ്ട് നടത്തും. ഇങ്ങനെയൊക്കെയാണ് ഈ ക്ലാസ് റൂം അന്തരീക്ഷത്തിൽ ഈ നടത്തി വരുന്ന ഇതിലൂടെയൊക്കെയാണ് ശരിക്കും ആ ഒരു എന്താ പറയേണ്ടത്, ഒരു ഇനിഷ്യൽ ആദ്യകാല സാക്ഷരത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അത് വികസിപ്പിച്ചു കൊണ്ടുവരുന്നത്. ഓക്കെ, ആൻഡ് മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് പ്രൈമറി സ്കൂളിനുള്ള തയ്യാറെടുപ്പാണിത്. അപ്പോൾ പ്രൈമറി സ്കൂളിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ്. നമ്മുടെ എഡ്യൂക്കേഷൻ ഒരു പ്രോഗ്രസീവ് ടൈപ്പാണ് അല്ലെ. പ്രീ പ്രൈമറി കഴിഞ്ഞ് പ്രൈമറി, അത് കഴിഞ്ഞ് സെക്കൻഡറി, അങ്ങനെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ. 1-ാം ക്ലാസ് കഴിഞ്ഞ് 2, അത് കഴിഞ്ഞ് 3, അങ്ങനെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ പോകുന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അല്ലെ. അപ്പൊ പ്രൈമറി സ്കൂളിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഔപചാരികമായ സ്കൂൾ വിദ്യാഭ്യാസത്തിനായി കുട്ടികളെ
റെഡിയാക്കി തയ്യാറാക്കി സജ്ജമാക്കി എടുക്കുക എന്നുള്ളതാണ്. അവരുടെ ആ ഒരു ജിജ്ഞാസ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. പഠനത്തിനോട് ഒരു സ്നേഹം കൊണ്ടുവരിക, പഠനത്തെ ഇഷ്ടപ്പെടാനായിട്ട് അവരെ പഠിപ്പിക്കുക എന്നൊക്കെയുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ ശരിക്കും നടക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് എന്തൊക്കെയാണ്? നഴ്സറി സ്കൂളുകൾ, കിൻഡർ ഗാർഡനുകൾ, ഇനി അതും അല്ലെങ്കിൽ പ്ലേ സ്കൂളുകൾ, ഇങ്ങനെ പല പേരുകളിലാണ് ഈ പ്രീ സ്കൂൾ അറിയപ്പെടുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ ഈ തരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളിലും പലപ്പോഴും പ്രീ പ്രൈമറി വിദ്യാഭ്യാസം നൽകി വരികയാണ്. ഈ സിറ്റുവേഷൻ ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ ആകെ മൊത്തത്തിലുള്ള ഒരു വികസനം അല്ലെ, ആ ഒരു എന്താ പറയേണ്ടത്, ആ ഒരു കുട്ടിയെ ആ ഒരു പ്രൈമറി സ്കൂളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓവറോൾ ഡെവലപ്മെന്റ് ഈ ഒരു സ്റ്റേജിൽ നടത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. റൈറ്റ്, ഇനി അടുത്തത് നമുക്ക് നോക്കാം, എന്താണ് ഈ പൊതുവിദ്യാഭ്യാസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ജാതി, മതം, ലിംഗഭേദം, സാമൂഹിക നില, ഇതൊന്നും പരിഗണിക്കാതെ. അപ്പൊ ഇത് പറയുന്നതിനൊരു കാരണമുണ്ട്. നമ്മുടെ പുരാതന കാലത്ത് ആ ഒരു വിദ്യാഭ്യാസം നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം അതിനെ ബാധിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് വിദ്യാഭ്യാസം തന്നെ അവൈലബിൾ ആകുന്നത്. അതുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ജാതിയില്ല, മതമില്ല, അവിടെ എന്താ പറയേണ്ടത്, കുട്ടി ആണാണോ പെണ്ണാണോ എന്നുള്ള വ്യത്യാസമില്ല, ആ കുട്ടിയുടെ സൊസൈറ്റിയിലെ ഒരു നിലയും വിലയും ഇതൊന്നും പരിഗണിക്കാതെ എല്ലാവർക്കും പ്രാപ്തമാകുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും എടുക്കാൻ കഴിയുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പൊതുവിദ്യാഭ്യാസം എന്നുള്ളത് കൊണ്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ പൊതുവിദ്യാഭ്യാസം അതാണ്. പൊതുവിദ്യാഭ്യാസം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ആണ് പൊതുവിദ്യാഭ്യാസം എന്ന് നമുക്ക് ക്വിക്ക് ആയിട്ട് ഒന്ന് ഡിഫൈൻ ചെയ്ത് വേണമെങ്കിൽ പറയാവുന്നതാണ്. പൊതുവിദ്യാഭ്യാസത്തിന്റെ സവിശേഷത ഇത് തന്നെയാണ്, അല്ലെങ്കിൽ ഇതാണ് പൊതുവിദ്യാഭ്യാസം. അപ്പൊ എല്ലാവർക്കും തുല്യമായ അറിവിനുള്ള ആ ഒരു അവകാശം അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നു പൊതുവിദ്യാഭ്യാസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈ പൊതുവിദ്യാഭ്യാസത്തിലൂടെ എന്താ പറയേണ്ടത്, ഓരോ വ്യക്തികളുടെയും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ആ ഒരു എന്താ പറയേണ്ടത്, ഭൗതികമായും സാമൂഹികമായും വ്യക്തിപരവുമായുള്ള ഒരു 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 പൂർണ്ണ വികാസനത്തിന് അല്ലെങ്കിൽ ഒരു വികസനത്തിന് ഓക്കെ അതിന് അടിസ്ഥാനമാകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് എങ്ങനെയായിരുന്നു ആ ഒരു പുരാതന പൊതുവിദ്യാഭ്യാസം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, പ്രാചീന കാലത്ത് പൊതുവിദ്യാഭ്യാസത്തിന്റെ പരിധിയിലും പ്രവേശനത്തിലും പരിമിതികളുണ്ടായിരുന്നു. അപ്പൊ പഴയ കാലത്ത്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പൊ പഴയ കാലത്ത് എല്ലാവർക്കും വിദ്യാഭ്യാസം നേടാനുള്ള അർഹതയില്ലായിരുന്നു നമ്മുടെ നാട്ടിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു സമയത്ത് പ്രധാന സവിശേഷതകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ഗുരുകുല സമ്പ്രദായം ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അവിടെ ഒരു അധ്യാപകനുണ്ട്, ആ ഒരു അധ്യാപകനെ ഗുരു എന്ന് പറയുന്നു. അപ്പൊ ആ ഒരു ഗുരുവിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു അവിടെ ആ ഒരു വിദ്യാഭ്യാസം ശരിക്കും നടക്കുക എന്നാണ്. അപ്പൊ അവിടെ പ്രധാനമായിട്ട് പഠിപ്പിച്ചിരുന്ന വിഷയങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേദപഠനം നടന്നിരുന്നു, ആൻഡ് ആയോധന കലകളുടെ പരിശീലനം അവിടെ ഉണ്ടായിരുന്നു, കൃഷി, സംഗീതം, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾക്കായിരുന്നു ആ ഒരു പുരാതന കാലത്ത് മുൻഗണന നൽകിയിരുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രണ്ടാമത്തെ പോയിന്റ് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സവിശേഷത നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു അനുഭവത്തിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പഠനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ പാഠപുസ്തകങ്ങൾ ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പം ജീവിതത്തിൽ ഒരു വ്യക്തിക്കുണ്ടാകുന്ന അനുഭവങ്ങളിലൂടെയും ഒരു 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 പാരമ്പര്യങ്ങളിലൂടെയും ഒക്കെ ആണ് ശരിക്കും എന്താ പറയേണ്ടത്, ഈ ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഈ ഒരു അറിവ് കൊടുത്തിരുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ കൂടുതലും അത് വാക്കാലായിരുന്നു ആ ഒരു അറിവ് പകർന്നു കൊടുത്തുകൊണ്ടിരുന്നത്. നമുക്കിന്നുള്ളതുപോലെ നോട്ട്ബുക്കുകളൊന്നും ഇല്ലായിരുന്നല്ലോ, നോട്ട്സ് എഴുതുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അത് വാമൊഴി എന്ന് തന്നെയാണ് അതിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുക. ഇനി മറ്റൊരു ഒരു സവിശേഷതയെ നമുക്ക് പറയാൻ കഴിയുമെന്നറിയില്ല, പരിമിതമായ പ്രവേശനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള, അഡ്മിഷൻ എല്ലാവർക്കും കിട്ടില്ല ഈ ഗുരുകുലങ്ങളിൽ എന്നുള്ളത്. അപ്പോൾ ഉയർന്ന ജനവിഭാഗത്തിൽപ്പെട്ടവർക്കും സമ്പന്നർക്കും മാത്രമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു വിദ്യാഭ്യാസം നേടാനായിട്ട് സാധിച്ചിരുന്നത്.
ആൻഡ് മറ്റൊന്ന് ധാർമ്മികമായ മൂല്യങ്ങളിൽ ഒരുപാടധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ധാർമ്മികത എന്താണ്, ആത്മീയത എന്താണ്, ആൻഡ് ആ ഒരു പരമ്പരാഗതമായ മൂല്യങ്ങൾ, ഇതിനൊക്കെയാണ് ഈ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പ്രാധാന്യം കൊടുത്തിരുന്നത് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകതകൾ. അപ്പോൾ ഇത്രയും നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടല്ലേ, ഒരു ആധുനിക പൊതുവിദ്യാഭ്യാസം എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയുള്ളതാണ് എന്ന് നമുക്കിപ്പോൾ അറിയാം. അപ്പൊ തന്നെ നമുക്ക് ഓൾറെഡി ഊഹിക്കാനായിട്ട് സാധിക്കും എന്താണ് അത് തങ്ങളിലുള്ള ഒരു ഡിഫറൻസ്. അതാണ് നമ്മുടെ പഠനത്തിൽ ഇതിനെ രണ്ടിനെയും കൂടെ താരതമ്യം ചെയ്യാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആധുനിക പൊതുവിദ്യാഭ്യാസത്തിന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് സമത്വം. ഓക്കെ, അപ്പൊ സമത്വം, അതേപോലെ സമഗ്രമായ വികസനവും പരിപോഷിപ്പിക്കുന്ന സമഗ്രവും ഉൾക്കൊള്ളുന്നതായ ഒരു പാഠാനുഭവം നൽകുകയാണ് ആധുനിക പൊതുവിദ്യാഭ്യാസം ലക്ഷ്യമിടുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ഇക്വാലിറ്റി, അതാണ് സമത്വം എന്ന് പറയുന്നത്. ആൻഡ് സമഗ്രമായ ഒരു ഓവറോൾ ഡെവലപ്മെന്റ്, അതാണ് സമഗ്രമായ വികസനം എന്ന് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുക. അപ്പൊ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന, അതിനെ നടപ്പാക്കി എടുക്കുന്നതാണ് ആധുനിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസം. ഇനി അതിന്റെ പ്രധാന സവിശേഷതകൾ നമ്മൾ നോക്കുവാണെങ്കിലോ, ഒരു 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 എന്താ പറയേണ്ടത്, ഘടനാപരമായ പാഠ്യപദ്ധതി, ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു 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 സിലബസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ വിദ്യാഭ്യാസം വളരെ നന്നായി അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അതിനെ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറയേണ്ടത്, ഒരു നല്ല സ്റ്റാൻഡേർഡുള്ള, ഒരു നല്ല നിലവാരത്തിലുള്ള ഒരു 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 സിലബസിനെ പിന്തുടർന്നു പോകുന്നു ഈ ഒരു മോഡേൺ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആധുനിക പൊതുവിദ്യാഭ്യാസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മറ്റൊന്ന് വിദ്യാഭ്യാസത്തിലെ തുല്യത. നമ്മൾ നേരത്തെ നോക്കിയതെന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ എന്താ പറയേണ്ടത്, പരിമിതമായ പ്രവേശനമായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ, എന്നാൽ ഇവിടെ തുല്യതയാണുള്ളത്, എല്ലാവർക്കും ലഭിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ എന്താ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെ മതമോ ജാതിയോ, ഒരു വ്യക്തിയുടെ സാമൂഹിക പശ്ചാത്തലമോ, ഒരു വ്യക്തിയുടെ സാമ്പത്തിക പശ്ചാത്തലമോ ഒന്നും പരിഗണിക്കാതെ എല്ലാവർക്കും തുല്യ അവസരങ്ങൾ നൽകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, പിന്നെ മറ്റൊന്ന് സാങ്കേതിക വിദ്യയുടെ പങ്ക് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആധുനിക വിദ്യാഭ്യാസത്തിൽ ശരിക്കും സാങ്കേതിക വിദ്യ അതിന് ഒരു പ്രധാന പങ്കുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നോക്ക്, ഓൺലൈനായിട്ട് നമുക്കിപ്പോൾ ഈ പഠിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത്, അതേപോലെ ഡിജിറ്റൽ ഉപകരണങ്ങൾ നമുക്ക് ഒരുപാട് ഇപ്പം വ്യാപകമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് മറ്റൊന്ന് വ്യക്തിഗത വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ ഇവിടെ ആ ഒരു ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ്, അപ്പോൾ ഓരോ സ്റ്റുഡൻറ്റിനെയും ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടാണ് നമ്മുടെ മോഡേൺ അല്ലെങ്കിൽ ആ ഒരു ആധുനിക വിദ്യാഭ്യാസത്തിൽ കണക്കാക്കുന്നത്. അങ്ങനെയാണ്, ഓരോ ഇൻഡിവിജ്വൽ ആണ്. ഓരോ ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോഴത്തേക്ക് അവരെല്ലാവരും തുല്യരല്ല, അവരെല്ലാവരും ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തർക്ക് ചിലർക്ക് വ്യത്യസ്തമായ കഴിവുകളായിരിക്കും അവർക്കുണ്ടാകുക, അവർ പഠിക്കുന്ന രീതികൾ ഡിഫറെൻ്റ് ആയിരിക്കും, അവർ എന്താ പറയേണ്ടത്, ചിലപ്പോൾ വേഗത്തിൽ പഠിക്കും, ചിലർ കേട്ട് പഠിക്കും, ചിലർ കണ്ടു പഠിക്കും, ചിലർ ചെയ്ത് പഠിക്കും, ചിലര് എന്താ പറയുന്നത് വായിച്ചായിരിക്കും പഠിക്കുന്നത്. അപ്പൊ പഠിക്കുന്ന രീതിയിൽ തന്നെ അവിടെ ഡിഫറൻസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓഡിറ്ററി സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ, ഓഡിറ്ററി ലേണിംഗ് എന്ന് പറഞ്ഞാൽ അവർ കേട്ട് പഠിക്കുന്നവരാണ്. വിഷ്വൽ ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ കണ്ടു പഠിക്കുന്നവർ, വായിക്കുകയും ചെയ്യും, വായിച്ചും അതും കാണുകയാണല്ലോ ചെയ്യുന്നത്. ആൻഡ് കിനസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ അവരാണ് ചെയ്ത് പഠിക്കുന്നവർ എന്നുള്ള. അപ്പൊ നോക്ക്, അവിടെ ഇൻഡിവിജ്വലിന് അവിടെ പ്രാധാന്യം കൊടുക്കുന്ന, ആ ഒരു വ്യക്തിഗത വികസനത്തിന് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്, അത് തന്നെയാണ് എന്താ പറയേണ്ടത്, ഈ ഒരു പഠന രീതിയുടെ കേന്ദ്ര ബിന്ദു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, ആൻഡ് പ്രാക്ടിക്കലായിട്ടുള്ള പഠനമാണ്, പ്രായോഗിക പഠനം എന്നുള്ളത്. അതായത് യഥാർത്ഥ ജീവിതത്തിൽ ഇതിനെ അപ്ലൈ ചെയ്ത് പലതരം പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരുടെ കഴിവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച്, കഴിവ് വളർത്തിക്കൊണ്ടുവരുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഈ ഒരു പഠനം നടക്കുന്നത്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇനി ഒന്നും കൂടെ ഒന്ന് പറയാനാണെങ്കിൽ, അപ്പോൾ അവർ ഏൻഷ്യന്റ് എഡ്യൂക്കേഷനിൽ ഒരു ഫിക്സ്ഡ് കരിക്കുലം ഇല്ല, എന്നാൽ അത് ഒരു ടീച്ചർ സെൻട്രിക് ആണ്. അവിടെ ടീച്ചറാണ് പ്രധാനപ്പെട്ടത്, സ്റ്റുഡൻസിന് വലിയ പ്രാധാന്യം അവിടെ ഇല്ല, ടീച്ചർക്കാണ്, ഗുരുവിനാണ് അവിടെ പ്രാധാന്യം. എന്നാൽ ആ ഒരു മോഡേൺ ജനറൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴോ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിലബസ് അതിനുണ്ട്. അത് ആ സിലബസ് എന്ത് തരം സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണം, അതാണ് നമ്മുടെ NEP ഒക്കെ പറയുന്നത്, സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ്. ഇനി അത് കരിക്കുലത്തിന്റെ കാര്യം.
ഇനി ആർക്കൊക്കെ ഇവിടെ ഇത് ഈ വിദ്യാഭ്യാസം ലഭിക്കും എന്ന് പറഞ്ഞാല് പുരാതന കാലത്ത് അപ്പർ ക്ലാസ്സിന് മാത്രമായിരുന്നു ആ ഒരു വിദ്യാഭ്യാസം ലഭിക്കുന്നതെങ്കിൽ ഇപ്പോ ഈ ക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ആ ഒരു വിദ്യാഭ്യാസത്തിന് അർഹരാണ്. അതൊരു കുട്ടിയുടെ അവകാശമായിട്ടാണ് ഇന്നിപ്പോ കണക്കാക്കുന്നത് അതിനെ. ഇനി ആ ഒരു പുരാതന കാലത്ത് മെയിൻ ആയിട്ട് ഓറൽ ആയിട്ടുള്ള വാമൊഴി തന്നെയായിരുന്നു ആ ഒരു പഠന രീതി, അതേപോലെ എക്സ്പീരിയൻസസ് തന്നെയായിരുന്നു എന്നുള്ളത്. എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ ബുക്കുകളുണ്ട്, ഡിജിറ്റൽ ടൂൾസ് ഉണ്ട്, ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ലേണിങ്ങും ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് പുരാതന കാലത്ത് അതിനകത്ത് ആ ഒരു വിദ്യാഭ്യാസം കേന്ദ്ര കൊടുത്തിരുന്നത് അല്ലെങ്കിൽ ശ്രദ്ധ കൊടുത്തിരുന്നത് എത്തിക്സിലും സ്പിരിച്വാലിറ്റിയിലും ട്രഡീഷനിലും ഒക്കെ ആണെങ്കിൽ ഇന്ന് ഇപ്പം സയന്റിഫിക് ആയിട്ടുള്ള ആ ഒരു തിങ്കിങ് അവിടെ വരുന്നത്, ഇക്വാളിറ്റി വരുന്നത്, ആൻഡ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് പോകാൻ, ഇന്നോവേഷനിലേക്ക് പോകാനായിട്ടല്ലേ. ആൻഡ് ആ ഒരു പുരാതന കാലത്തെ ടീച്ചിങ് റോളിന്റെ കാര്യങ്ങൾ പറയാനാണെങ്കിലോ ഒന്ന് എക്സ്പീരിയൻഷ്യൽ ആൻഡ് റോട്ട് ലേണിംഗ് എന്ന് പറഞ്ഞാൽ കാണാതെ പഠിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇന്നത്തെ കാലത്തോ വളരെ പ്രാക്ടിക്കലായിട്ട് എന്താ പറയണ്ട, സയന്റിഫിക് ആയിട്ട് ആ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിന്, ഓരോ കഴിവുകൾ ഡെവലപ്പ് ചെയ്യുന്നതിനെ ബേസ് ചെയ്താണ് ഇന്നത്തെ ആ ഒരു വിദ്യാഭ്യാസം വരുന്നത് എന്ന് നമുക്ക് കാണാം അല്ലെ. ഇനി കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം, എങ്ങനെയായിരിക്കും ഇതിന്റെ ചോദ്യങ്ങൾ വരിക എന്നുള്ളത് നമുക്കൊന്ന് ക്വിക്കായിട്ടൊന്ന് നോക്കാം. ഓക്കെ, പൊതുവിദ്യാഭ്യാസത്തിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? അപ്പൊ ഓപ്ഷൻ എയിൽ പറയുന്നത് സാങ്കേതിക വൈദഗ്ധ്യം മാത്രം നൽകാൻ, ഓപ്ഷൻ ബിയിൽ പറയുന്നത് സമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും എല്ലാവർക്കും അറിവിനുള്ള അവകാശം ഉറപ്പാക്കുന്നതിനും, ഓപ്ഷൻ സിയിൽ പറയുന്നത് ഉയർന്ന ക്ലാസ് വ്യക്തികൾക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഓപ്ഷൻ ഡിയിൽ പറയുന്നത് ശാരീരിക വികസനത്തിന് മാത്രം ഊന്നൽ നൽകുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഏതാണ് ഇതിന്റെ കറക്റ്റ് ഉത്തരം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ഇതിന്റെ ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? അല്ലെ, ഓപ്ഷൻ ബി തന്നെയാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് തന്നെയാണ് ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഗുരുകുല രീതിക്ക് ഊന്നൽ നൽകിയ വിദ്യാഭ്യാസ സമ്പ്രദായം ഏതാണ്? ഓപ്ഷൻ എ ആധുനിക പൊതുവിദ്യാഭ്യാസം, ഓപ്ഷൻ ബി പുരാതന പൊതുവിദ്യാഭ്യാസം, ഓപ്ഷൻ സി ഓൺലൈൻ വിദ്യാഭ്യാസം, ഓപ്ഷൻ ഡി തൊഴിൽ പരിശീലനം. ഏതാണ്? ഓക്കെ, ഗുരുകുല രീതി തുടർന്നുകൊണ്ടിരുന്നത് പുരാതന വിദ്യാഭ്യാസം, ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇതാണ് കോൺസെപ്റ്റ് ചെക്കിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് എന്താ പറയേണ്ടത്, ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ, നമുക്കത് മനസ്സിലായോ എന്ന് ചെക്ക് ചെയ്യുന്നതിനുള്ള ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾ. ഓക്കെ, ഇനി മൂന്നാമത്തേത്, ആധുനിക പൊതുവിദ്യാഭ്യാസത്തിന്റെ പ്രധാന സവിശേഷത എന്താണ്? ആധുനിക പൊതുവിദ്യാഭ്യാസത്തിന്റെ പ്രധാന സവിശേഷത, ഒരുപാട് സവിശേഷതകളുണ്ട് അല്ലെ. അപ്പൊ വാമൊഴി പാരമ്പര്യത്തിലൂടെ മാത്രം വിദ്യാഭ്യാസം, അതോ ചില ഗ്രൂപ്പുകളിലേക്ക് പരിമിതമായ പ്രവേശനം, അതോ സാങ്കേതിക വിദ്യയുടെയും ഘടനാപരമായ പാഠ്യ പദ്ധതിയുടെയും ഉപയോഗം, ആത്മീയ വികസനത്തിന്റെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമുക്കറിയാം ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. നാലാമത്തെ ചോദ്യം, പുരാതന പൊതുവിദ്യാഭ്യാസത്തിലെ പഠനമാധ്യമം ഏതാണ്? പഠനമാധ്യമം ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ ഡിജിറ്റൽ പുസ്തകങ്ങളും ഓൺലൈൻ ഉറവിടങ്ങളും, ഓപ്ഷൻ എ ബി എഴുതിയ പാഠപുസ്തകങ്ങളും പ്രായോഗിക ഉപകരണങ്ങളും, ഓപ്ഷൻ സി വാക്കാലുള്ള പാരമ്പര്യങ്ങളും അനുഭവത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പഠനവും, ആൻഡ് ഓപ്ഷൻ ഡി വെർച്വൽ ക്ലാസ് മുറികൾ. നമുക്കറിയാം ഇത് നാലാമത്തേത് ഓപ്ഷൻ സി തന്നെയാണ് അതിന്റെ കറക്റ്റ് ആൻസർ അല്ലേ. വാക്കാലുള്ള പാരമ്പര്യങ്ങളും അനുഭവാധിഷ്ഠിതമായ പഠനവും. ക്വസ്റ്റ്യൻ നമ്പർ 5, പുരാതനവും ആധുനികവുമായ പൊതുവിദ്യാഭ്യാസങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? വാട്ട് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ആൻഡ് മോഡേൺ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, പുരാതന വിദ്യാഭ്യാസം എല്ലാവർക്കും വേണ്ടിയുള്ളതായിരുന്നു, ആധുനിക വിദ്യാഭ്യാസം തിരഞ്ഞെടുത്ത ഗ്രൂപ്പുകൾക്കാണ്. ഇത് ശരിയല്ല എന്ന് നമുക്കറിയാം അല്ലെ. ബി, ആധുനിക വിദ്യാഭ്യാസം സമത്വത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, അതേസമയം പുരാതന വിദ്യാഭ്യാസം ചിലർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നു. ഇത് ശരിയാണെന്ന് നമുക്കറിയാം. എന്നാലും നമുക്ക് ബാക്കി ഓപ്ഷൻസും കൂടെ നോക്കാം. കാരണം ഇതിനേക്കാളും യോജിക്കുന്ന ഓപ്ഷൻ വേറെ വല്ലതും ഉണ്ടെങ്കിലോ? പുരാതന വിദ്യാഭ്യാസം സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു, അല്ല, ഇത് തെറ്റാണെന്ന് നമുക്കറിയാം. പുരാതന വിദ്യാഭ്യാസത്തിൽ ഘടനാപരമായ സിലബസ് ഉണ്ടായിരുന്നു, അതും തെറ്റാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതൊരെണ്ണം മാത്രം, ഓപ്ഷൻ ബി മാത്രമാണ് ഈ അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആറാമത്തേത്, പുരാതന പൊതുവിദ്യാഭ്യാസത്തിൽ സാധാരണയായി പഠിപ്പിച്ചിരുന്ന വിഷയം
ഏതാണ്? ഓക്കെ, ഏതായിരുന്നു? കോഡിങ്ങും പ്രോഗ്രാമിങ്ങും ആയിരുന്നോ, അതോ വേദപഠനങ്ങളും ആയോധന കലകളുമായിരുന്നോ, അതോ ശാസ്ത്രീയ പരീക്ഷണങ്ങളായിരുന്നോ, അതോ ബഹിരാകാശ സാങ്കേതിക വിദ്യ ആയിരുന്നു? ഇതൊന്നുമല്ല, നമുക്കറിയാം ഓപ്ഷൻ ബി ആണ്, വേദപഠനവും ആയോധന കലകളുമായിരുന്നു അവിടെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിരുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇനി ഏഴാമത്തെ ചോദ്യം ഇതാണ്: ആധുനിക വിദ്യാഭ്യാസം എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്? ആധുനിക വിദ്യാഭ്യാസം എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്? അതായത് പരമ്പരാഗത മൂല്യങ്ങൾ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണോ, അതോ ജാതിയോ ലിംഗഭേദമോ മതമോ നോക്കാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം പ്രാപ്തമാക്കുന്നതിലൂടെയാണോ, അതോ വിദ്യാഭ്യാസം ധനികരായ വ്യക്തികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നതിലൂടെയാണോ, അതോ തൊഴിൽപരമായ കഴിവുകൾ മാത്രം പഠിപ്പിക്കുന്നതിലൂടെയാണോ? നമുക്ക് ഓൾറെഡി അറിയാം ഓപ്ഷൻ ബി തന്നെയാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ, അല്ലേ? കാരണം ഇവിടെ ആധുനിക വിദ്യാഭ്യാസം എങ്ങനെയാണ് അത് നടപ്പാക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആധുനിക വിദ്യാഭ്യാസം ഉൾക്കൊള്ളുന്നത് എന്നുള്ളതാണ് ഈ ചോദ്യം ഇവിടെ. എട്ടാമത്തെ ചോദ്യം ഇതാണ്: പുരാതന പൊതുവിദ്യാഭ്യാസത്തിന്റെ പ്രാഥമിക പരിമിതി എന്തായിരുന്നു? പ്രാഥമികമായിട്ടുള്ള പരിമിതി എന്തായിരുന്നു? എട്ടാമത്തെ ചോദ്യം അതാണ്. അപ്പോ ഒന്ന്, സാങ്കേതിക വിദ്യയുടെ അഭാവം. നോക്ക് ഓപ്ഷൻസ് വരുന്നത്: ധാർമ്മിക മൂല്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചോദ്യം ഇവിടെ ഏറ്റവും വലിയ പരിമിതി എന്തായിരുന്നു? അപ്പൊ ധാർമ്മിക മൂല്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നും പറഞ്ഞാൽ അതൊരു പരിമിതിയാവുമോ? സി, എല്ലാ സോഷ്യൽ ഗ്രൂപ്പുകളിലേക്കും പരിമിതമായ പ്രവേശനക്ഷമത, അതായിരുന്നോ ഏറ്റവും വലിയ പരിമിതി? അതോ പ്രയോഗങ്ങളുടെ അഭാവം, പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജിന്റെ അഭാവം? ഓപ്ഷൻ സി നോക്കിയേ. ഓപ്ഷൻ സി അല്ലേ നമ്മുടെ കറക്റ്റ് ആണ്. എല്ലാ സോഷ്യൽ ഗ്രൂപ്പുകളിലേക്കും പരിമിതമായ പ്രവേശനക്ഷമത, അതായത് എല്ലാ സൊസൈറ്റിയിലുള്ള എല്ലാ ആൾക്കാർക്കും പഠിക്കാൻ പോകാൻ കഴിയില്ല. അപ്പൊ ഇവിടെ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞതുകൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പുമായിട്ട് താരതമ്യം ചെയ്ത് കളയരുത്. വാട്സാപ്പ് ഗ്രൂപ്പ് അല്ല സോഷ്യൽ ഗ്രൂപ്പ്, ആ സൊസൈറ്റിയിലെ പല തട്ടുകളെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്പർ 9, ആധുനിക പൊതുവിദ്യാഭ്യാസവുമായി സാധാരണയായി ബന്ധപ്പെട്ടിരിക്കുന്ന സവിശേഷത ഏതാണ്? ഏതാണ് ആധുനിക വിദ്യാഭ്യാസവുമായി ഈ 4 സവിശേഷതകളിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സവിശേഷത എന്നുള്ളതാണ്. റോട്ട് ലേണിംഗിൽ ഊന്നൽ. ആധുനിക പൊതുവിദ്യാഭ്യാസം റോട്ട് ലേണിംഗ് എന്ന് പറഞ്ഞാൽ കാണാതെ പഠിക്കുക എന്നുള്ളത്. ഇനി ബി, ഡിജിറ്റൽ ഉപകരണങ്ങളുടെയും പ്രായോഗിക പഠനത്തിന്റെയും ഉപയോഗം. ആൻഡ് സി, മതപഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഡി, അധ്യാപനത്തിലെ ഔപചാരിക ഘടനയിൽ നിന്ന്. എങ്ങനെയാണ് ആധുനിക വിദ്യാഭ്യാസവുമായി സാധാരണ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സവിശേഷത? ഇത് 4 സവിശേഷതകൾ തന്നെയാണ്. പക്ഷെ ഓപ്ഷൻ ബി നോക്കിയേ, ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന പ്രായോഗികമായ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ലേണിംഗ് അവിടെ കൊണ്ടുവരുന്നത്, അതാണ് അതുമായിട്ട് നോർമലി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സവിശേഷത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, 10ാമത്തത്. ആധുനിക പൊതുവിദ്യാഭ്യാസത്തിലെ പദ്ധതിയെ ഇനി പറയുന്നവൽ ഏറ്റവും നന്നായി വിവരിക്കുന്നത് എന്ത്, അല്ലെങ്കിൽ ഏതാണ്? ഓപ്ഷൻ എ, അതായത് ആധുനിക പൊതുവിദ്യാഭ്യാസത്തിലെ പാഠ്യപദ്ധതിയെ ഏറ്റവും നന്നായി വിവരിക്കുന്നത് ഏത് സെന്റൻസ് അല്ലെങ്കിൽ ഏത് ഓപ്ഷനാണ്? എ, അധ്യാപക കേന്ദ്രീകൃതവും നിർവചിക്കപ്പെടാത്തതും. അധ്യാപക, അതായത് ടീച്ചർ സെന്റേർഡ്. ഓക്കെ, ആൻഡ് നിർവചിക്കപ്പെടാത്തത്, ഡിഫൈൻഡ് ആയിട്ടുള്ള സിലബസ് ഇല്ല എന്നാണ് അവിടെ പറയുന്നത്. ബി, സ്റ്റാൻഡേർഡ് ആൻഡ് ഘടനപരമായ, അത് ബി. സി എന്ന് പറയുന്നത് വാക്കാലുള്ളതും പാരമ്പര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതും. ഡി എന്ന് പറയുന്നത് ഒരു പ്രത്യേക കൂട്ടം ആളുകൾക്ക് പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ആധുനിക പൊതുവിദ്യാഭ്യാസത്തിലെ പാഠപദ്ധതിയെ നമുക്ക് എങ്ങനെ പറയാം? ഓപ്ഷൻ ബി തന്നെ നോക്കിയേ, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സിലബസ് ഉണ്ടല്ലേ, ആൻഡ് ഘടനപരമായ ഒരു സിലബസ് ഉണ്ട് അല്ലേ, എന്ന് പറഞ്ഞാൽ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിലബസ് ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് അവിടെ പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ലെസൺ ഇവിടെ കംപ്ലീറ്റ് ആകുന്നു. ആൻഡ് ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് കംപ്ലീറ്റ് ലെസൺസിന്റെ വീഡിയോ ക്ലാസ്സസ് ലഭിക്കും, കംപ്ലീറ്റ് നോട്ട്സും പ്രാക്ടീസിനുള്ള ക്വസ്റ്റ്യൻസ്, ലൈവ് ക്ലാസ്സസ്, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ, ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് മോക്ക് ടെസ്റ്റും മോഡൽ എക്സാംസും ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ മോഡൽ എക്സാം എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ആക്ച്വൽ എക്സാം എങ്ങനെയായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്, അതേ മോഡലിലായിരിക്കും നമ്മൾ മോഡൽ എക്സാംസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുക.
ഓൾറൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അതിനാകെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫോം താഴെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മാത്രം മതി. ഞാൻ നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ നമുക്കൊരു വാട്സാപ്പ് സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്. ആ ഒരു വാട്സാപ്പ് സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. വാട്സാപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വാട്സാപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്തിട്ടായാലും നിങ്ങൾക്ക് ഗോൾഡ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ thank you very much for watching this video. Wish you a great day. All the very best. Thank you.